നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കട്ടക്കലിപ്പിലാവുന്ന മെസ്സി. മുമ്പൊക്കെ അത് വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നെങ്കിലും, ഈ അടുത്ത കാലത്ത് ഇന്റർ മയാമിയുടെ ജേഴ്സിയിലും അർജന്റീനയുടെ ജേഴ്സിയിലുമൊക്കെ കലിപ്പൻ മെസ്സിയെ നമ്മൾ കുറച്ചധികമായി കാണുന്നുണ്ട്. ഇന്നിപ്പോൾ MLS പുതിയ സീസണിൽ ഇന്റർ മയാമിയുടെ ആദ്യ മത്സരമായിരുന്നു ന്യൂയോർക്ക് സിറ്റിക്കെതിരെയുള്ള കളി. ആ കളിക്കിടയിൽ ഉണ്ടായിട്ടുള്ള റഫറിയുടെ ചില തീരുമാനങ്ങളിൽ കടുത്ത പ്രതിഷേധം ഇന്റർ മയാമിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലിയോ മെസ്സി അത് ശക്തമായിട്ട് പ്രകടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒന്ന് അവിലേസിന് കൊടുത്ത റെഡ് കാർഡ്, അത് ക്ലിയർ റെഡ് അല്ല. അത് അദ്ദേഹം ബോളാണ് വിൻ ചെയ്തത് എന്നുള്ള ആർഗ്യുമെൻ്റ് ഒരു ഭാഗത്തുണ്ട്. റഫറി ആവട്ടെ സ്ട്രൈറ്റ് റെഡ് കാർഡ് എടുത്ത് വീശുകയാണ് ചെയ്തത്. ഇടവേള സമയത്ത് തന്നെ റഫറിയുടെ അടുത്തേക്ക് പോയി ലിയോ മെസ്സി ശക്തമായിട്ട് തൻ്റെ എതിർപ്പ് കാണിക്കുന്നത് കാണാമായിരുന്നു. ആ ഘട്ടത്തിൽ മെസ്സി റഫറിയോട് പറഞ്ഞത്, "പോയി വീഡിയോ മോണിറ്റർ നോക്കാൻ പഠിക്കുക. ലേൺ ഹൗ ടു യൂസ് ദി വീഡിയോ മോണിറ്റർ" എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞില്ല, കളിക്കിടയിലും ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായി. കളി കഴിഞ്ഞിട്ട് മെസ്സി കട്ടക്കലിപ്പിൽ ഫൈനൽ വിസിൽ മുഴക്കിയ ഉടനെ റഫറി റൊസൻഡോ മെൻഡോസയുടെ തൊട്ടരികിലെത്തി മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി മെസ്സി സംസാരിക്കുന്നു. മെസ്സി ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ഘട്ടത്തിൽ റൊസൻഡോ ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ച് പുറത്തൊക്കെ ഒന്ന് കൈവെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മെസ്സി പക്ഷേ അടങ്ങുന്നില്ല. റഫറി അങ്ങ് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മെസ്സി സംസാരിക്കുന്നു. അതോടുകൂടി സംഗതി കലിപ്പാവുന്നു. പിന്നെ മെസ്സി എന്തൊക്കെയോ പറഞ്ഞ്, കാരണം മെസ്സിയോട് ഇങ്ങനെ പോകാൻ വേണ്ടി റഫറി കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ മെസ്സി തൻ്റെ എതിർപ്പ് അവിടെ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ പറയാനുള്ളത് പറഞ്ഞ് മെസ്സി ഇങ്ങ് തിരിയുമ്പോൾ റഫറി യെല്ലോ കാർഡ് എടുത്ത് വീശുന്നു. സോ കളി കഴിഞ്ഞിട്ട് ലിയോ മെസ്സിക്ക് യെല്ലോ കാർഡ് കൊടുത്തു. അത് കഴിഞ്ഞ് കലിപ്പടങ്ങാതെ മെസ്സി പോകുമ്പോൾ അപ്പുറത്ത് അസിസ്റ്റൻ്റ് എന്തോ പറഞ്ഞു. മെസ്സി അയാളുടെ അടുത്തേക്ക് പോയി അവിടെ തർക്കിക്കുന്നു. ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്. അത് കഴിഞ്ഞ് ഇങ്ങ് തിരികെ പോകുന്ന മെസ്സി വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അയാളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. സോ മെസ്സിയെ കട്ടക്കലിപ്പനായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും 2-2 സമനില റഫറിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകൾ ഇന്റർ മയാമിക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും ഫൈനൽ റിസൾട്ട് 2-2 അതിനും വേണ്ടി വന്നു അവസാനം ലിയോ മെസ്സിയുടെ മാജിക്. മെസ്സി മാജിക്കിൽ നിന്ന് വന്ന അസിസ്റ്റിൽ നിന്നാണ് സെഗോവിയ ഇന്റർ മയാമി തോൽക്കാതെ രക്ഷിച്ചത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.